അത്രയ്ക്ക് തീ കൂടാൻ പാടില്ല. ചപ്പാത്തി മൊരിഞ്ഞു പോയാലേ അതിന്റെ രുചി നഷ്ടപ്പെടും. അല്ല, ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അതെ, ഇത് റെഡിമെയ്ഡ് ചപ്പാത്തി അല്ല. ഞാൻ തന്നെ കൈകൊണ്ട് മാവ് കുഴച്ച് മയപ്പെടുത്തി പരത്തിയെടുത്ത ചപ്പാത്തിയാ. അപ്പൊ ചപ്പാത്തിക്ക് രുചി ഏറും. ഈ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴേ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കും. അപ്പൊ ചപ്പാത്തിക്ക് കുറച്ചുകൂടി രുചി ഏറും. അല്ലെങ്കിലും വന്ദനയുടെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും രുചി കൂടുതലായിരിക്കും. ഞാനേ മുമ്പ് വീട്ടിൽ വന്നപ്പോ വന്ദന ഉണ്ടാക്കി തന്ന ഒരു ചായ ഉണ്ടല്ലോ, മറ്റൊരിടത്തും അത്തരത്തിലുള്ള ചായ കുടിച്ചിട്ടില്ല. അതെ, ബിരിയാണി ചായ. അത് ഒരു സ്പെഷ്യൽ ചായ ആയിരുന്നു. ഇനി മുതൽ രാവിലെ എനിക്ക് വന്ദന സ്പെഷ്യൽ ബിരിയാണി ചായ മതി. അയ്യോ, ചപ്പാത്തി കരിയുന്നു. അയ്യോ, ചപ്പാത്തി കുട്ടനല്ലേ ചുട്ടത്, ജഗൻ കുട്ടനല്ലേ, വന്ദന നെയ്യൊഴിച്ചു കുഴച്ച ചപ്പാത്തി കുട്ടനല്ലേ, ഇത് ചപ്പാത്തി കുട്ടനല്ലേ, ഇട്ടത് ജഗൻ കുട്ടനല്ലേ. ഒരു റൊമാൻസ്. ജഗ, ഒന്നുകിൽ ചപ്പാത്തി നേരെ ഉണ്ടാക്കാനെങ്കിൽ പുറത്തു പോ. ഏയ്, ഞാൻ പുറത്തൊന്നും പോവില്ല. ഞാനിങ്ങനെ ചപ്പാത്തിയും ചുട്ട് അതും കരിച്ച് അങ്ങനെ ഇങ്ങനെ വന്ദനയുടെ പുറകെ ചുറ്റി അടിച്ചിങ്ങനെ നടക്കുന്നു. ഇറങ്ങി പുറത്തിറങ്ങി. പാചകമൊക്കെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിലേ ശരിയാവില്ല. ഇതെന്താ കിച്ചൺ റൊമാൻസോ? ഇവരെ തമ്മിൽ പിരിക്കണം, പിരിച്ച് രണ്ടാക്കണം. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. അയ്യോ, ഞാനത് മറന്നു. എന്ത്? പറയാം. ഇതാണ് പറ്റിയ അവസരം. വന്ദന ഫോൺ ചെയ്തിട്ട് വരാൻ കുറെ സമയം എടുക്കും. വന്ദനയുടെ പാചക സാമർഥ്യത്തിനിട്ടൊരു പണി കൊടുക്കണം. അവളുടെ ഒരു നാളെ പാചകം. കറക്റ്റ് പാകം. ഇതൊക്കെ തിന്നിട്ടേ കുറുപ്പിന്റെ അതിഥികൾ ഇവക്ക് പാചകറാണി പട്ടം കൊടുത്തിട്ടേ മടങ്ങൂ. കണ്ടില്ലേ, നല്ല പാത്രം കഴുകുന്ന പൊടിയാ. ഇതുള്ളിലേക്ക് ചെന്നാ പിന്നെ മനസ്സിലായി. അതല്ലേ? അതെ. ഒന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ വിളിച്ചതാ. ഈ രാത്രിയിൽ വെറുതെ വിളിച്ചെന്നോ? എന്താ മോളെ, വല്ല അസ്വസ്ഥതയും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഐ എം പെർഫെക്റ്റ്. കോള കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. നീ സുഖമായിട്ടിരിക്കുന്നു എന്നറിയുന്നതാ എന്റെ സന്തോഷം. അച്ഛമ്മ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ആളിവിടെ ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടപ്പുണ്ട്. അപ്പൊ മറ്റേ കറിയൊക്കെ ഒന്നും വേണ്ടേ? വേണ്ട, വന്ദനയുടെ സ്പെഷ്യൽ പനീർ ബട്ടർ കറിയിൽ മാത്രം മതി. ഇന്നത്തോടെ അവളുടെ കഥ കഴിഞ്ഞത് തന്നെ. അല്ല, അച്ഛമ്മയുടെ ശബ്ദം മാറിയതുപോലെ അവിടുത്തെ തണുപ്പ് അച്ഛമ്മയെ ബാധിച്ചോ?
ഒന്ന് ബോഡി അവിടുന്ന്. അമ്മേ, അച്ഛമ്മേ. ഹലോ ഹലോ. വിക്രമിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. എന്തോ പ്രശ്നമുണ്ടപ്പോ. നീ എന്താ മോളെ ഇവിടെ നിന്ന് സ്വപ്നം കാണുവാണോ? അത് ഫുഡൊക്കെ റെഡിയായോ? റെഡിയായമ്മേ. ആ, ഇനി പാത്രങ്ങളിലേക്ക് പകർന്നു വെച്ചാൽ മാത്രം മതി. ഓ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഏയ് വേണ്ടമ്മേ. ഓ, ശരി.